CMA പഠിക്കുന്ന കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ്. ഇത് പരമാവധി കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ വിഷയം നമ്മുടെ ലോ പേപ്പറിൻ്റെ എക്സംഷൻ. CAT എക്സാം എഴുതി പാസ്സായ കുട്ടികൾക്ക് ഇൻ്റർമീഡിയറ്റിൻ്റെ ലോ പേപ്പർ എക്സംഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷനാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ CMA ഡിസംബർ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ള ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ഓൾറെഡി എക്സാം എഴുതി കിട്ടാത്ത ആൾക്കാർക്ക് നമ്മളൊരു താമസിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു റിവിഷൻ ക്യാമ്പ് പ്ലസ് ടെസ്റ്റ് സീരീസ് പ്ലസ് നമുക്ക് ഈ ഇൻ്റർമീഡിയറ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന കുറേ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനകത്തൊക്കെ ക്ലാരിറ്റി തന്നുകൊണ്ട് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടി എക്സാം എന്തായാലും ക്ലിയർ ആകാൻ പറ്റും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സ്റ്റഡി പ്ലാൻ, അതൊരു റെസിഡൻഷ്യൽ ക്യാമ്പായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യുക. സെപ്റ്റംബർ 2 ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അത് ഡിസംബർ എക്സാം വരെയുള്ള ഒരു ടൈം ഡ്യൂറേഷനിലേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുള്ള് നിങ്ങളുടെ സബ്ജക്റ്റ്, അത് പ്രത്യേകിച്ച് ഫസ്റ്റ് ഗ്രൂപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, CMA ഇൻ്റർമീഡിയറ്റിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ്. രണ്ടാമത്തെ കാര്യം, CMA ഫൈനൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ട്രെയിനിങ്, റിയൽ ടൈം ട്രെയിനിങ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് CMA ഫൈനൽ കംപ്ലീറ്റ് ചെയ്യാം. നിലവിലുള്ള ഒരു പ്രോബ്ലം ഞാൻ മുമ്പേ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. നമ്മൾ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം കുറച്ച് അധികം എടുക്കും. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. രണ്ട്, പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ട്രെയിനിങ്ങിൻ്റെ എക്സ്പീരിയൻസ് കിട്ടില്ല. ഇത് രണ്ടും നമ്മളൊരു ട്രെയിനിങ് പീരീഡ് തന്നെ കംപ്ലീറ്റ് ചെയ്യുകയും നമുക്ക് എക്സാം പാസ്സാകാൻ പറ്റും എന്നുള്ള അഷുറൻസോട് കൂടി പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുൾ 100% ഫാക്കൾട്ടീസിൻ്റെ മെൻറ്റർഷിപ്പോട് കൂടി ട്രെയിനിങ്ങും നിങ്ങൾക്ക് കോഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ, അതും സെപ്റ്റംബർ 2 നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് ഗ്രൂപ്പിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് വെച്ചിട്ടാണ്. ഓഫ്ലൈൻ ക്ലാസ്സാണ്, ഓൺലൈനിൽ ഈ പറഞ്ഞ പരിപാടികളില്ല, ഓഫ്ലൈൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ട ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ CAT എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. CAT എക്സാം എഴുതി ഓൾറെഡി 1000 രൂപ അടച്ച് നമ്മുടെ ലോ പേപ്പറിന് എക്സംഷൻ ക്ലെയിം ചെയ്ത കുട്ടികൾക്ക് ഡിസംബർ ടേമിനും ഈ എക്സംഷൻ കണ്ടിന്യൂ ചെയ്യും. എന്ന് പറഞ്ഞാൽ 2022 സിലബസ് കഴിയുന്നത് വരെ ഓൾറെഡി ലോ പേപ്പറിന് 1000 രൂപ എക്സംഷൻ ഫീ അടച്ചിട്ട് ക്ലെയിം ചെയ്ത കുട്ടികൾ, അവർക്ക് ഡിസംബറിലും ലോ പേപ്പർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ആവർത്തിച്ച് പറയാം, CAT എക്സാം എഴുതി കഴിഞ്ഞ എക്സാം എഴുതുന്ന സമയത്ത് ലോ പേപ്പറിന് 1000 രൂപ എക്സംഷൻ ഫീ അടച്ചിട്ട് എക്സംഷൻ ക്ലെയിം ചെയ്ത കുട്ടികൾക്ക് 2022 സിലബസ് കഴിയുന്നത് വരെ ലോ പേപ്പർ എഴുതണ്ട എന്നുള്ളതാണ് ശരിക്കുള്ള ക്ലാരിഫിക്കേഷൻ. അപ്പോൾ കുറേ കുട്ടികൾ അതുമായി ബന്ധപ്പെട്ട കൺസേൺസ് അറിയിച്ചിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലാരിറ്റി. അപ്പോൾ അതല്ലാത്ത, ഇതിനു മുമ്പ് എക്സംഷൻ ഫീ അടച്ച് ക്ലെയിം ചെയ്യാത്ത CAT എക്സാം എഴുതി പാസ്സായ കുട്ടികളൊക്കെ ലോ പേപ്പർ എന്ത് ചെയ്യേണ്ടി വരും? എഴുതേണ്ടി വരും. ഓൾറെഡി എക്സംഷൻ പേയ്മെൻറ്റ് അടച്ച് ക്ലെയിം ചെയ്ത ആൾക്കാർ, അതായത് ഈ ജൂണിന് മുമ്പേ പേയ്മെൻ്റ് ഒക്കെ അടച്ച് ക്ലെയിം ചെയ്ത ആൾക്കാർക്ക് എക്സംഷൻ കണ്ടിന്യൂ ചെയ്യുക 2022 സിലബസ് കഴിയുന്നത് വരെ. അപ്പോൾ ആ കാര്യത്തിലൊരു ക്ലാരിറ്റിയാണ്. ഇത് എനിക്ക് കിട്ടിയ ലേറ്റസ്റ്റ് ഇൻഫർമേഷനാണ്. എന്തെങ്കിലും ഇതിനകത്ത് ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടി 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യും? ക്ലാരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിലൊരു ക്ലാരിറ്റി വരുത്തുക. കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം ഈ റിപ്പീറ്റേഴ്സായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എക്സാം ക്ലെയിം പാസ്സാവണം, ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും മെൻറ്ററിങ്ങിൻ്റെ ആവശ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റിലൊന്ന് ബന്ധപ്പെടുക. ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക.